അപരാധ പടങ്ങൾ പടച്ചുവിടുന്ന ലിസ്റ്റിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ എൻട്രി കൂടി, മറ്റൊരുമല്ല നമ്മുടെ ധനുഷ്. നമ്മുടെ അണ്ണൻ റീസെന്റ് ആയി ബോളിവുഡിൽ പോയി ചെയ്ത ഒരു ടോക്സിക് റൊമാന്റിക് അപരാധമാണ് തേരെ ഇഷ്ക് മെയിൻ. അപരാധത്തിന് തുടക്കം തന്നെ ഇന്ത്യക്ക് ഭീഷണിയെടുത്തിയ ഒരു ചൈനീസ് വിമാനം ഇവിടേക്ക് ഒരു ബോംബിടാൻ വേണ്ടിയിട്ട് അതിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇത് കണ്ട നമ്മുടെ എയർഫോഴ്സ് പൈലറ്റ് ആയിട്ടുള്ള ധനുഷണൻ വാണം വിട്ടോലെ പുകയും പറപ്പിച്ചുകൊണ്ട് പാഞ്ഞെത്തും. അവിടെ എത്തിയിട്ട് ചൈനക്കാരെ തെണ്ടുകളെടുത്ത് ആറഞ്ചം പുറഞ്ചം ഡയലോഗ്, ലവന്മാരാണെങ്കിൽ പോടാപ്പാന്ന് പറഞ്ഞുകൊണ്ട് വിമാനത്തിന്റെ ബാക്ക് ഡോർ തുറന്നിട്ട് ബോംബ് ഇപ്പിടും എന്ന് പറഞ്ഞേക്കുക. അന്തമാതിരി വേല ചെയ്യണോടാ എന്ന് ചോദിച്ചുകൊണ്ട് ധനുഷണ്ണൻ നേരെ വന്നിട്ട് വിമാനത്തിന്റെ പിറകിലാ നിൽക്കും. ബോംബ് നീ താഴെ കിട്ടാ അതിരിക്കണ മിസൈൽ ഉണ്ടല്ലേ, അത് നിന്റെ നെഞ്ചത്തിരിക്കുന്ന ഡയലോഗും. ഇതങ്ങോട്ട് കേട്ടതും ചൈനക്കാർ വല്ലാണ്ട് പേടിച്ചു. അപ്പൊ തന്നെ അവന്മാരെ ഡോറെ ക്ലോസ് ചെയ്തിട്ട് ബാ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ തിരിക്കും. എന്നാൽ വേറൊരു സംഭവം ഉണ്ടായി. എയർഫോഴ്സിനെ അറിയിക്കാതെ ഈ പ്രവൃത്തി ചെയ്ത ധനുഷണ്ണനെ അവിടുത്തെ ചീഫ് ഓഫീസർ പുള്ളിയും പിടിച്ച ആട്ടും. ആരോട് വെച്ചിട്ടാ നീ മിസൈലും കൊണ്ടുപോയത്? ഇങ്ങനെയാണ് മറുപടി ആയിട്ട് ഞാനൊരു ശബ്ദം കിട്ടുന്നു പറയാ. എവിടെന്ന് ചോദിക്കുമ്പോ എന്റെ മനസ്സിൽ നിന്ന് കേട്ടെന്ന്. ഈ ഒരു മറുപടിയുടെ കേട്ടപ്പോ ചീഫിന് കാര്യം മനസ്സിലായി. ചെക്കന് ഇടയായിട്ട് മാനസികമായിട്ട് എന്തോ പറ്റിയുണ്ട്, അതിന്റെ ശിക്ഷ കൂടി കൊടുക്കും. തൽക്കാലത്തേക്ക് മോനെ വിമാനം ഓടിക്കണ്ട, നേരെ പോയിട്ട് ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ട് പ്രാന്തില്ലാന്ന് ഒപ്പിട്ട് മേടിച്ചിട്ട് ഇനി നീ വിമാനം തൊട്ടാൽ മതി. അങ്ങനെ ആകെ വിഷമിച്ച് നമ്മുടെ പയ്യൻ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ ഇവനെ കൗൺസിലിംഗ് ചെയ്യാൻ വരുന്ന ആളാണ് നമ്മുടെ കഥയിലെ നായിക, ദാറ്റ് ഈസ് കൃതി സെനൻ. എന്നാൽ അവളാണെങ്കിൽ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അത് മാത്രമല്ല ഭയങ്കരമായിട്ട് കുടിക്കും, ഭയങ്കര ആൽക്കഹോൾ അഡിക്റ്റ് പുള്ളിക്കാരുത്തി. കൂടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി കൂടി, എന്റെ പൊന്നോ ഒരു രക്ഷരാത്ത കൂടി. ശരിക്കും ഒരു പോർഷൻ കാണുമ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് വേണ്ടത് നമുക്ക് തോന്നിപ്പോ. അങ്ങനെ ഗർഭിണിയായിട്ടുള്ള കൃതി ആട്ടിക്കൊണ്ട് നമ്മുടെ അണ്ണനെ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എയർഫോഴ്സിന്റെ ഓഫീസിലേക്ക് നടത്തും. ഇവിടെ വെച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ഇവർക്ക് രണ്ടുപേർക്ക് ഒരു പഴയ കാലമുണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക്. അതായത് ഇവർ രണ്ടുപേരും പഠിച്ചിരുന്നേ ഒരു കോളേജിലായിരുന്നു. അന്നാണെങ്കിൽ ഇപ്പോഴത്തെ ധനുഷായിരുന്നില്ല, പുള്ളി ഒന്ന് ഭയങ്കര കലിപ്പനായിരുന്നു. അതായത് തൊട്ട് മുന്നിൽ കൂടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടാവില്ല, അപ്പ കൊടുക്കുവായിരുന്നു അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ആരെങ്കിലും ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവനെ പോയിട്ട് ബെൽറ്റ് എടുത്തല്ല, ബസ്സൊക്കെ നിർത്തിയിട്ടാണെങ്കിൽ അവിടെ പോയിട്ട് അതിന്റെ ചില്ലൊക്കെ അടിച്ച് ചേർത്തിട്ട് ആ കലമ്പുണ്ടാക്കുക, അങ്ങനത്തെ കുറെ കച്ചറ സ്വഭാവങ്ങൾ. അതേ സമയത്ത് നമ്മുടെ കൃതിയാണെങ്കിൽ അവിടെ ഒരു സൈക്കോളജിക്കൽ പ്രൊജക്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇതിന്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് ഈ പ്രൊജക്ടിന്റെ മോട്ടീവ്, അതായത് ഈ കലിപ്പന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ തേടി പിടിച്ചിട്ട് അവർക്ക് ഭയങ്കര ഒരു സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ കലിപ്പൊക്കെ മാറിയിട്ട് നോർമൽ പേഴ്സൺ ആവുന്നൊക്കെയാണ് ഇവരുടെ ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു സംസാര വിഷയം അല്ലെങ്കിൽ ഒരു ടോപ്പിക്. അങ്ങനെ ഈ ഒരു പ്രൊജക്ടിനെ പറ്റിയിട്ട് പുള്ളിക്കാരത്തി അവിടെ സ്റ്റേജിൽ നിന്നിട്ട് ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അപ്രതീക്ഷിതമായിട്ട് പുറത്ത് നമ്മുടെ ധനുഷണൻ ഒരുത്തിനെ തല്ലിക്കൊണ്ട് ഇതിനകത്തേക്ക് കയറി വരുന്നത്. തിയറിറ്റിക്കലി പുള്ളിക്കാരത്തി ഒരു നന്മവരം കൺസെപ്റ്റ് ഒക്കെ പറയുമെങ്കിലും ഈ ഒരു സംഭവം കണ്ട് ഇവ പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമായില്ല. തന്റെ പ്രസംഗത്തിനിടയിൽ അലമ്പുണ്ടാകാൻ നോക്കിയ ധനുഷുണ്ടല്ലോ, ലെവന്റെ ചെവിക്കലടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി അപ്പൊ തന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടിയെത്തും. ചെകിട്ട് നോക്കി ലെവള് കൈയെടുത്ത് ഒറ്റ വീശ്, എന്നാൽ മിസ്സായി പോയി. അവൻ കയറി പിടിച്ചു കയ്യിൽ. അത്ര നേരം കലിപ്പായിട്ട് നമ്മുടെ ധനുഷണനെ അപ്പൊ തന്നെ ഒരു റൊമാൻറ്റിക് ഫീലൊക്കെ വന്നിട്ട് പുള്ളിയൊരു ഡയലോഗ് ഉണ്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷണന് ലവളോട് ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് എന്ന ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ കൃതിക്കാണെങ്കിൽ ആ സമയത്ത് വേറൊരു ഐഡിയ തോന്നിയത്. അതായത് തന്റെ ഈ പ്രൊജക്റ്റിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് വേണമല്ലോ, അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കാര്യം ചെയ്യും. അതായത് നമ്മുടെ ധനുഷണനെ ഞങ്ങൾ പ്രണയിക്കുന്ന പോലെ അഭിനയിക്കാനാണ് തീരുമാനിക്കും. അങ്ങനെ പ്രണയിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ വയലൻസ് മാറുമല്ലോ. അത് തന്റെ പ്രൊജക്റ്റിലൊരു ഗുഡ് മാർക്കാണല്ലോ, ലൈക്ക് ദാറ്റ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ജിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വാലന്റൈൻസ് ഡേ വരുന്നത്. ആ ഒരു ഡേ എത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ അണ്ണനാണെങ്കിൽ ഭയങ്കര സാഡ് ഫീലിംഗ്. അതായത് എല്ലാവർക്കും ഗേൾ ഫ്രണ്ട് ഉണ്ട്, തനിക്ക് മാത്രം ഗേൾ ഫ്രണ്ട് ഇല്ലല്ലോ. ആ ഒരു വിഷമത്തിൽ പുള്ളി നേരെ കോളേജിനെ മുകളിൽ കയറിയിട്ട് അവിടെ തൊട്ട് താഴത്തെ ഈ പ്രണേതാക്കൾ കൂടിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ട് വാണം വിടും. അതേ ഗൈസ് കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഈ ഒരു ടൈമിൽ അണ്ണന്റെ വയലൻസും പിന്നെ ആ ഒരു വിഷമൊക്കെ ഉണ്ടെങ്കിൽ കൃതിക്കാണെങ്കിൽ അങ്ങോട്ട് എന്തോ ഒരു വിഷമം പോലെ പുള്ളിക്കാരത്തി നേരെ വന്നിട്ട് അണ്ണനോട് ചോദിക്കുക, നമുക്ക് അങ്ങനെ ഡേറ്റിങ്ങിന് പോയാലോ എന്ന്. ഈ ഒരു ഡയലോഗിൽ ഫ്ലാറ്റ് ആയി പോയാൽ നമ്മുടെ അണ്ണൻ അവളുടെ പുറകെ മണപ്പിച്ച് കാല് തിരിച്ച് നടക്കാൻ തുടങ്ങും. അങ്ങനെ പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അണ്ണന്റെ വയലൻസ് ആണെങ്കിൽ പതിയെ കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. അതായത് ബസ്സിൽ കൺസ്ട്രക്ഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അണ്ണൻ ആകെ കലിപ്പായി. ആ ബസ് അങ്ങോട്ട് പുള്ളി അടിച്ചാ വിളിക്കും. ഇത് കണ്ടെന്ന് കൃതി ഓടിയെത്തും അണ്ണനെ ശമിപ്പിക്കാനായിട്ട്. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ടല്ലോ പുള്ളിയുടെ വയലൻസ് ആണെങ്കിൽ കുറയൊന്നുമില്ല. കാര്യങ്ങളാണെങ്കിൽ നടപടിയാവുന്നില്ല. നമ്മുടെ അണ്ണനാണെങ്കിൽ ദേഷ്യം കയറുന്നുണ്ട്. എന്നിട്ട് അവസാനം പുള്ളി എന്ത് ചെയ്യുന്നു, നേരെ ബസ്സിനകത്ത് കയറിയിട്ട് 2 സീറ്റ് അങ്ങോട്ട് ഇളക്കി പറിച്ചെടുക്കും. എന്നിട്ട് നേരെ നടുറോട്ടിൽ വന്നിട്ട് അതങ്ങോട്ട് വെക്കും. അതായത് അവളുടെ അടുത്ത് പറയാം നമുക്ക് ഇനി ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, അശ്ലീലം പറയുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് ലെവളം എന്റെ മോന്തകരി പൊട്ടിയിലെടുത്തിട്ട് ഒന്ന് പേടെ കൊച്ചുകൊണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല സംഭവിച്ചത്. അവൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു അവളുടെ പ്രൊജക്റ്റിൽ. അവളപ്പം തന്നെ ഇങ്ങോട്ട് ബാഡം വേണം നമുക്ക് റൂം ബുക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് നേരെ പോയിട്ട് കിടന്നു കൊടുക്കും. അവിടെ മുറിയിലെത്തി തുണി അഴിച്ചതും നമ്മുടെ ധനുഷണനാണെങ്കിൽ എന്തൊരു കുറ്റബോധം, പുള്ളി അപ്പത്തിനോട് ഇറങ്ങിപ്പോകും. തിരികെ എത്തി കുറെ കൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ധനുഷനാണെങ്കിൽ അവളോട് എന്തോ ഒരു റൊമാൻറ്റിഫിക്കേഷൻ. അങ്ങനെ അതിന്റെ അനന്തരഫലമായിട്ട് ധനുഷിന്റെ ആ ഒരു വയലൻസ് ഒക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് മാറും. പുള്ളി നല്ല കുട്ടിയായിട്ട് മാറും. എങ്ങനെ നമ്മുടെ കൃതിയുടെ പ്രൊജക്റ്റും അതോടുകൂടി എന്താവും സക്സസ് ആവാണ്. ഇപ്പൊ ഇതേ സമയത്ത് നമ്മുടെ അണ്ണനാണെങ്കിൽ ആകെ റൊമാൻസ് കയറിയിട്ട് അങ്ങ് മൂത്ത് നിൽക്കുക. ഇങ്ങനെ നേരെ ചെന്നിട്ട് അവളങ്ങ് പ്രപ്പോസ് ചെയ്യും. അങ്ങനെ ഒരു മഴയത്ത് തെളിഞ്ഞിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ഗേറ്റിനടുത്തേക്ക് നമ്മുടെ കൃതിയില്ലേ അവളുടെ ബെസ്റ്റ് എത്തുക. യവനെ കണ്ടത് ഇവൾ എന്ത് ചെയ്യും, ഒന്ന് പോടാപ്പാന്ന് പറഞ്ഞുകൊണ്ട് ധനുഷിനടുത്ത് നേരെ ഓടിയിട്ട് അവൻ്റെ അടുത്ത് കെട്ടിപ്പിടിക്കും. ഹൈ ഇപ്പൊ താനാരായി. ഇത് കണ്ടപ്പോൾ പുള്ളിക്ക് ആകെ വേഷമായി ആകെ കരഞ്ഞു പിടിച്ച് തിരിച്ചെത്തും. എന്നിട്ട് തിരിച്ചുവന്ന സമയത്ത് പുള്ളി ഒരു കുപ്പി പെട്രോൾ കൊണ്ട് തന്നെ, അതായത് ഈ ബെസ്റ്റ് പരിപാടി ഒന്നും വേണ്ട, എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ സ്വയം ഒഴിച്ച് തീ കൊടുത്തൊക്കെ പറയാം. നമ്മുടെ ചെക്കൻ്റെ പ്രണയങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൃതിക്കാണെങ്കിൽ എന്തോ ഒരു വിഷമം. അവൾ പറയും നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഡാഡി ഉണ്ടല്ലോ, എൻ്റെ ഡാഡി വന്നൊന്ന് കണ്ട് സംസാരിക്കാൻ. എങ്ങനെ ലെവളുടെ ഡാഡിയെ കാണാൻ വേണ്ടി ധനുഷ് ചെന്നപ്പോൾ പുള്ളി ഭയങ്കര ഒരു IAS ഓഫീസറാണ്. മോളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ തിരിച്ച് മറുപടിയായിട്ട് ഒരു കാര്യം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ആദ്യം പോയിട്ട് UPSC എക്സാം ക്ലിയർ ചെയ്തിട്ട് നല്ലൊരു ഹയർ പൊസിഷനിൽ ഒരു ജോബൊക്കെ മേടിക്കുക, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാന്ന് പറയാണ്. ഇത് കേട്ടത് നമ്മുടെ അണ്ണനാണെങ്കിൽ ചാർജ് ആയി. പുള്ളി നേരെ പോയിട്ട് പഠിത്തം
ഉള്ളി. അതായത് ഒരു 3 വർഷം പുള്ളി ചത്തിടുന്ന് പഠിക്കുക UPSC ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവസാനം പുള്ളി ഇത് ക്രാക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ അത് പാസ്സായ സന്തോഷത്തില് പുള്ളി കുണ്ടിയും കുലിക്ക് നേരെ വരും, അതായത് മോളെ കെട്ടാൻ വേണ്ടിയിട്ട് എങ്ങാരുടെ. എന്നാൽ വീട്ടിലെത്തിയപ്പോണ്ടാ ഒരു സങ്കടപ്പെടുന്ന ഒരു കാര്യം, അതായത് ഇപ്പൊ വാഗ്ദാനം കൊടുത്തല്ലോ, അത് ഇവളുടെ തന്തങ്ങ് മറന്ന്. ഇപ്പൊ ഒരു ഇന്ത്യൻ ആർമിയിൽ ഒരു ഹയർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയായിട്ട് ലവളുടെ വിവാഹത്തിന്റെ നിശ്ചയം കണക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ പാർട്ടി ആഘോഷമാണെന്ന് രാത്രി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് ഇങ്ങനെ നേരെ കയറി ചെന്നത്. ഇത് കണ്ടതും തിരികെ ബാക്ക് ടു കലിപ്പായിട്ട് പുള്ളി നേരെ പോയിട്ട് ഒരു ക്യാൻ നിറച്ച് പെട്രോളൊക്കെ ആയിട്ട് തിരിച്ചെത്തിയിട്ട് ആ പന്തലിൽ മൊത്തം ഒഴിച്ചിട്ട് കത്തിക്കും. അതിൽ വലിയ രസം എന്താ വെച്ചാൽ പുള്ളി ഇത് കത്തിക്കുന്ന സമയത്ത് അടിക്കുന്ന ഡയലോഗാണ്. അതായത് UPSCക്ക് പഠിച്ച കുറെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞിട്ടാണ് പുള്ളി കത്തിക്കുന്നത്. അതായത് ചില്ലറ കഴപ്പൊന്നുമല്ല, മുതുകഴപ്പ്. ഈ പോക്കത്തരം അവിടെ കിടന്ന് കാണിച്ചുകൊണ്ട് തന്നെ പോലീസ് എത്തി പുള്ളിനെ കൊണ്ടുപോകും. എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ആറഞ്ചം മുറിഞ്ഞ് പിടിച്ച് തല്ലും. മോൻ ജയിലിലായതും അപ്പനുണ്ടല്ലോ ധനുഷിന്റെ, ഇങ്ങർക്ക് എങ്ങനെയും മോനെ പുറത്തിറങ്ങണം. ഇതിന്റെ പേരിൽ എല്ലാ ഹൈ പൊസിഷനിലുള്ള ഓഫീസേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഇയാൾ കാല് പിടിക്കും. കാലുപിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതെ കാലുപിടി, അതായത് ഇമോഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ തോളിലും കണ്ണീര് വരും, അങ്ങനത്തെ ഒരു സാധനം. അങ്ങനെ കാല് പിടിച്ച ഒരു വിധത്തിൽ മോനെ പുള്ളി പുറത്തിറക്കും. അങ്ങനെ തിരിച്ചു സമയത്താണ് ഇത് സംഭവിച്ചത്. മോൻ ജയിലിൽ കയറി എന്ന വിഷമം ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ അപ്പനാണെങ്കിൽ 100 സ്കൂട്ടറിങ് പറപ്പിക്കും. നേരെ പോയിട്ട് സ്കിഡായിട്ട് അവിടെ തിന്നങ്ങോട്ട് പോകും. പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെ തലയൊന്ന് റോട്ടിടിച്ച് ഓൺ ദ സ്പോട്ടിൽ പുള്ളി ഡെഡ് ആവും. ഇതൂടെ ആയി കഴിഞ്ഞപ്പോൾ അണ്ണനൊട്ടും വയ്യാണ്ടായി, ആകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതേ സമയത്തോടെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മുടെ കൃതിയാണെങ്കിൽ അവളുടെ വിവാഹത്തിന്റെ ആഘോഷത്തിന്റെ പരിപാടിയൊക്കെ ആയിട്ട് നല്ല ഹാപ്പി മൂഡില്ല. ഇത് കണ്ടതും ആകെ കലിപ്പിന്റെ പീക്ക് ലെവലത്തെ നമ്മുടെ അണ്ണൻ നേരെ ചെല്ലും അവളുടെ കല്യാണ മണ്ഡപത്തിലേക്ക്. എന്നിട്ട് നേരെ അവളുടെ അടുത്ത് നിന്നിട്ട് അങ്ങ് ശപിക്കും. ഇനി എന്റെ ലൈഫിൽ പെണ്ണില്ല, കരിയർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അതിന്റെ ദേഷ്യത്തിൽ നേരെ എയർഫോഴ്സിൽ പോയിട്ട് അവിടെ ജോയിൻ ചെയ്യും. അവിടെ ഒരു എയർഫോഴ്സ് പൈലറ്റ് ആയിട്ട്. നേരത്തെ നമ്മുടെ അണ്ണൻ ഇവളെ ശപിച്ചല്ലോ, അത് അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർട്ടായി. അന്ന് മുതൽ പുള്ളിക്കാരത്തി കുടിക്കാൻ തുടങ്ങിയതാ. പിന്നെ മറ്റേ സ്റ്റോറി ഒക്കെ ഉണ്ടല്ലോ, അണ്ണന്റെ അച്ഛൻ മരിച്ച കാര്യങ്ങളൊക്കെ, ഇതൊക്കെ കൂടി ആയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഒട്ടും പറ്റുന്നില്ല. പിന്നെ കുടി എന്ന് പറഞ്ഞാൽ ഭൂലോക കുടി. അന്ന് തുടങ്ങിയാണ് പുള്ളിക്കാരത്തി ഇത്രയും അഡിക്റ്റ് ആയി പോകുന്നത്. പുള്ളിക്കാരത്തി അന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത് നമ്മുടെ ധനുഷിനെ. അങ്ങനെ അന്വേഷിച്ച് ഏറ്റവും ഒടുവിൽ ദൈപ്പേ സംഭവമില്ലേ, അതായത് ഈ കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി വരുന്ന പറഞ്ഞത് ഇവിടെ വെച്ചാണ് അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പൊ ഇവിടെ എത്തിയതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ പുള്ളിക്കാരത്തി ഗർഭിണിയാണല്ലോ. കുട്ടിയുടെ കൂടി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇന്റേണൽ ഓർഗൻസ് ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. ലെവൽക്കാണെങ്കിൽ ഇനി അധികകാലം ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞത്. അപ്പൊ ഇതേ സമയത്താണെങ്കിൽ അവിടെ ഇന്ത്യ പാക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ കൃതിയുടെ ഭർത്താവുണ്ടല്ലോ, പുള്ളിക്കാരനാണെങ്കിൽ അവിടെ ഈ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അതായത് കടലിൽ ഈ പാകിസ്ഥാനെതിരെ പുള്ളി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് യുദ്ധമാണല്ലോ. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ച് പുള്ളി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവളും മരിക്കും. അപ്പോൾ ഈ കുഞ്ഞിനെ ആരും ഇല്ലാണ്ടായി പോകുമല്ലോ. അപ്പൊ ആ കുഞ്ഞിനെ ധനുഷ് നോക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്ന അത്രേ. ഇത് കേട്ട നമ്മുടെ അണ്ണനാണെങ്കിൽ വീണ്ടും കണ്ണീരൊലിക്കും. ആകെ വിഷമം കലിപ്പൊക്കെ വന്ന പുള്ളിയുടെ ഡയലോഗ് അടിക്കും. നീ വിഷമിക്കണ്ട, നിന്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കില്ല, ഞാൻ അവനെ പൊന്നുപോലെ നോക്കിക്കോളാം, ഞാൻ അവനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം മാത്രം എനിക്ക് ചെയ്താൽ മതി, അതായത് എനിക്ക് പ്രാന്തില്ല എന്ന് എഴുതി തന്നെ അത് മാത്രം ചെയ്താ എന്ന് പറയാം. അങ്ങനെ പുള്ളിക്കാരത്തി ഒപ്പിട്ട് കൊടുത്തു പ്രാന്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു രാജകീയമായിട്ടുള്ള ഒരു പോക്കുണ്ട്, അതായത് ഇവളുടെ ഹസ്ബൻഡിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി കടലിൽ നടക്കെത്തി. ദപ്പുണ്ടാ ഇവളുടെ ഹസ്ബൻഡ് നിൽക്കുന്ന ആ ഷിപ്പ് ഉണ്ടല്ലോ, അതിന് നേരെ പാകിസ്ഥാൻകാർ വെടിവെച്ചോണ്ടിരിക്കുക. ഇത് കണ്ട് നമ്മുടെ ധനുഷിന് ചാർജായി. പുള്ളി അപ്പൊ തന്നെ എന്റെ ജീവനൊക്കെ വരുന്നത് അവന്റെ ജീവനാ, ഒന്നെങ്കിൽ ഞാൻ സ്നേഹിച്ച പെണ്ണല്ലേ, ഇത്രയൊക്കെ പറഞ്ഞ് ഭയങ്കര റൊമാന്റിഫിക്കേഷൻ മൂഡില് തന്റെ നേരെ വെടിവെക്കുന്ന ആ പാകിസ്ഥാൻ ടീം ഉണ്ടല്ലോ, വെടി കൊണ്ടിട്ട് പുള്ളിയുടെ ജെറ്റ് ആണെങ്കിൽ തീ പിടിച്ചോണ്ടിരിക്കുക. ഇതിപ്പൊ കാണിച്ചാടാന്ന് പറഞ്ഞിട്ട് പുള്ളി നേരെ ആ കപ്പലിനടുത്തേക്ക് അങ്ങ് പോവും. അതായത് ഈ ജെറ്റ് അങ്ങടെ ആ കപ്പലിലേക്ക് ഇടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജെറ്റ് ഇടിച്ചു കയറ്റി അണ്ണം മരിക്കും. അവിടെ ഓപ്പോസിറ്റ് ആണെങ്കിലോ കൃതി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടുകൂടി തന്നെ അവളും തെക്കോട്ടെടുക്കും. അതെ, രണ്ടുപേരും ഡെഡായി. ഏറ്റവും അവസാനം അവളുടെ കൊച്ചും പിന്നെ അവളുടെ ഹസ്ബൻഡും രണ്ടുപേരും മാത്രമായി. അങ്ങനെ ഇവിടെ വെച്ച് പടം കഴിഞ്ഞ്.